ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട UDF നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഈ CPIM-ലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഉയർത്താൻ വേണ്ടി താങ്കളെ ഇടിച്ചു താഴ്ത്താൻ ബലിയാടാക്കുകയാണ് എന്നാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ ഒരു പ്രശ്നം, നമ്മളൊരു വലതുപക്ഷ ആശയങ്ങൾക്ക് മേധാവിത്വമുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അധികാരാസക്തിയിൽ പുളഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം പാർട്ടികൾക്കിടയിലാണ് നിർഭാഗ്യവശാൽ ഞങ്ങൾക്കും പ്രവർത്തിക്കേണ്ടി വരുന്നത്, CPM-നും പ്രവർത്തിക്കേണ്ടി വരുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി അധികാര സ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പുകളിലൂടെ കിട്ടുന്ന പദവികൾ, അതിനല്ല പരമപ്രാധാന്യം. അപ്പൊ ചിലർ ചോദിക്കും, പിന്നെ എന്തിനാ നിങ്ങൾ മത്സരിക്കുന്നത് ചോദിക്കും. ഞങ്ങളത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളെ ആശയ പ്രചരണത്തിന് ഞങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസരമായി ഞങ്ങൾ കാണുന്നു. കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഉയർന്ന സാക്ഷരതയും വലിയ സമരങ്ങളുടെ ചരിത്രവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ജയിക്കുന്നു, ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. ആ ഭരണം ഉപയോഗിച്ച് ഏറ്റവും സാധാരണക്കാരും ദരിദ്രരുമായ മനുഷ്യർക്ക് കഴിയാവുന്ന ആശ്വാസങ്ങൾ കൊടുക്കുക, സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് സഹായിക്കുന്ന നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഞങ്ങൾ അധികാരത്തെ ഉപയോഗിക്കുന്നത്. എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയം ഓരോ വ്യക്തിക്കും വളരാനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തെ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്കിടയിൽ ചേരിപ്പോരുണ്ടാവും, വിഭാഗീയത ഉണ്ടാവും, കാലുവാരലുണ്ടാവും, തൊഴുത്തിൽ കുത്തുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഇല്ലാത്ത പാർട്ടിയാണ്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഈ വലതുപക്ഷക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നതിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള കുറവുകൾ ഇല്ലാതെ മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നവരോട് എനിക്ക് വളരെ വിനയമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് കോൺഗ്രസ് അല്ല. നിങ്ങൾ നിങ്ങളെ കാണുന്ന പോലെ ഞങ്ങളെ കാണരുത്. ഞങ്ങൾ ആരെങ്കിലും ഉയർത്താനോ താഴ്ത്താനോ ഒക്കെ നിങ്ങളെപ്പോലെ ചെയ്യുന്ന കൂട്ടരല്ല. നിങ്ങളല്ല ഞങ്ങൾ എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ.